വളരെ വ്യത്യസ്തമായ നയമാണ്. സമീപനങ്ങളിലുള്ള മാറ്റം വളരെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് സമീപനങ്ങളിൽ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ നയങ്ങൾ മാറ്റമുണ്ടാകും. ഗവൺമെൻറ് തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ ഗവർണറുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം ഗവർണർ നടത്തുമ്പോൾ നേരത്തെയുള്ള പദ്ധതികൾ എടുത്തു പറഞ്ഞ് അത് തുടരും എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കിഫ്ബിയെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയമിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ബോർഡ് യോഗം കൂടി പല അജണ്ടകളും മാറ്റിവെച്ചു. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നയപരമായ തീരുമാനം അക്കാര്യത്തിൽ എടുത്തതിന് ശേഷം ഇപ്പോഴത്തെ കിഫ്ബിയുടെ അവസ്ഥയും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി പരിശോധിച്ച് വേണ്ട രീതിയിൽ കിഫ്ബിയെക്കുറിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാവും. പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഡ്രീം പ്രോജക്റ്റാണ്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ തുറമുഖ നഗരമാക്കി മാറ്റുമ്പോൾ ഇൻലാൻഡ് നാവിഗേഷനും പ്രധാനപ്പെട്ട വാട്ടർവേയ്സും നമ്മുടെ ഇന്ന് അദ്ദേഹം തന്നെ പ്രസംഗത്തിലുണ്ട്, നദികൾ, തടാകങ്ങൾ, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള, സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് വരുന്നത്. കേരളത്തിൻ്റെ എക്സ്പോർട്ട് മെച്ചപ്പെടും. ഫിഷറി സെക്ടറിനെ രക്ഷിക്കാൻ പറ്റും. ഫിഷ് പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാവും. ടൂറിസം ഡെവലപ്പ് ചെയ്യും. 2ാം ഘട്ടവും 3ാം ഘട്ടവും ക്രൂയിസ് പാസഞ്ചേഴ്സാണ്. പാസഞ്ചേഴ്സ് യാത്ര ചെയ്യും. ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ടാണ് ആളുകൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്നത്, വെസൽസിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഇവിടെ യാത്ര ചെയ്യാൻ പറ്റും. ഇന്റേണലായിട്ടും പറ്റും, പുറത്തേക്കുള്ളത് പറ്റും.